ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യഹൂദയുടെ സിംഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം. ഇതാ, ദാവീദിന്റെ വേരായ യഹൂദ ഗോത്രത്തിലെ സിംഹം ചുരുൾ തുറക്കാനും അതിന്റെ 7 മുദ്രകൾ അഴിക്കാനും ജയിച്ചിരിക്കുന്നു. ബൈബിളിൽ ഒരു സിംഹത്തോട് ഉപമിച്ചിരിക്കുന്ന 3 പേരുണ്ട്. കർത്താവായ യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിലെ സിംഹമെന്ന് വെളിപ്പാട് 5-ാം അധ്യായം 5-ാം വാക്യത്തിലും, നീതിമാൻ സിംഹത്തെ പോലെ ധൈര്യശാലി ഇത് സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 1-ാം വാക്യത്തിലും, പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിക്കുന്നു എന്ന് 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിലും കാണപ്പെടുന്നു. പിശാചിനെ ഒരു സിംഹത്തെ പോലെ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ ധൈര്യശാലിയല്ല. ദൈവവചനം പ്രഖ്യാപിക്കുന്നു, ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനെ എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇത് യാക്കോബ് 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. പിശാച് ഇതിനകം പരാജയപ്പെട്ടു. ക്രൂശിൽ ക്രിസ്തു അവന്റെ തല തകർക്കുകയും അവന്റെ ശക്തിയും അധികാരവും എടുത്തു കളയുകയും ചെയ്തു. അതിനാൽ നീതിമാന്മാർക്ക് ധൈര്യത്തോടെ നിൽക്കാനും അവനെ മറികടക്കാനും കഴിയും. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക. ശത്രു പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ അവനെ ചെറുക്കുക. യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും എതിർപ്പുകൾ വർദ്ധിക്കുമ്പോഴും ഹൃദയം നഷ്ടപ്പെടുത്തരുത്. കഷ്ടകാലത്ത് നീ ക്ഷീണിച്ചാൽ നിന്റെ ശക്തി ചെറുതാണെന്ന് സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. പേടിച്ചടണ്ട എലിയെപ്പോലെയല്ല നീ ഒരു സിംഹമാണ്. യഹൂദയിലെ സിംഹമായ രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു. നീ അവന്റെ മകനാണ്. ധൈര്യത്തിന്റെ രഹസ്യം ധൈര്യവും തീക്ഷ്ണവുമായ പ്രാർത്ഥനയും നിന്നെ ശക്തിപ്പെടുത്തും. ഏറ്റവും വലിയ രോഗങ്ങളിലൊന്ന് ഭയമാണ്. ആളുകൾ നിഷേധാത്മകവും ഭയവും നിറഞ്ഞതുമായ വാക്കുകൾ പറഞ്ഞേക്കാം. പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ 100-ൽ ഒരാൾ മാത്രമേ ഈ പ്രത്യേക രോഗത്തെ അതിജീവിക്കുന്നുള്ളൂ. പലരും ഈ രോഗം മൂലം മരിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയും. എന്നാൽ നീതിമാന്മാർ ഭയത്താൽ പ്രചോദിതരാകുകയില്ല. അവർ ഒരു സിംഹത്തെ പോലെ ധൈര്യശാലികളായി തുടരുന്നു. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ടപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. ഒരു കാര്യം മനസ്സിലാക്കി, അവൻ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അതായിരുന്നു അവരുടെ രഹസ്യം. ഒരു കുഞ്ഞാട് പോലും സിംഹത്തോടൊപ്പം നിൽക്കുമ്പോൾ ധൈര്യപ്പെടും. അതുപോലെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ എത്രത്തോളം നിലനിൽക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്യുന്നുവോ അത്രത്തോളം ധൈര്യവും ശക്തിയും നിങ്ങളിൽ വളരും. പത്രോസും യോഹന്നാനും ഉന്നത വിദ്യാഭ്യാസം നേടിയ പണ്ഡിതന്മാരായിരുന്നില്ലെങ്കിലും അവർ ഭരണാധികാരികളുടെ മുൻപാകെ ധൈര്യത്തോടെ സുവിശേഷം പ്രഖ്യാപിക്കുകയും വലിയ ഉണർവുണ്ടാക്കുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക. കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 138-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ശക്തി നൽകി എന്നെ ധൈര്യപ്പെടുത്തി. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 രാജാക്കന്മാർ 17-18 അധ്യായങ്ങൾ, വൈകുന്നേരം യോഹന്നാൻ 3-ാം അധ്യായം 19 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.